അങ്ങനെ പണപ്പെട്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആദില മോളും നൂറ മോളും കൂടെ. നൂറയ്ക്കും ആദിലയ്ക്കും ഏകദേശം ഉറപ്പായി ഇവിടെ നിന്ന് പോകാനുള്ള ടൈം ആയിരിക്കുന്നു. ഇതല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് മനസ്സിലായി. കാരണം നൂറ പറയുന്നുണ്ട്, നമുക്ക് പൈസയാണ് ആവശ്യം, ഫെയിം നമുക്കിവിടെ നിന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് ആവശ്യം പൈസയാണ്. അപ്പം നൂറ പറയുന്നുണ്ട്, ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവാം, ബേബി ഇവിടെ നിൽക്കൂ, ടോപ്പ് 5 വരൂ എന്നൊക്കെ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എൻ്റെ സംസാരം ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ പ്രവൃത്തി ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ബേബി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ് 5 എത്താം, ഞാൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാമെന്ന് ആദില പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു പണപ്പെട്ടി 3 ദിവസമാണ് വെക്കുന്നത്. ആദ്യത്തെ ദിവസം ഒരു എമൗണ്ട് വയ്ക്കും, രണ്ടാമത്തെ ദിവസം അടുത്ത എമൗണ്ട് വയ്ക്കും, മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടെ കൂട്ടി അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കൂട്ടി വയ്ക്കും. സായിയുടെയൊക്കെ സീസണിൽ സായി ആദ്യം തന്നെ ഉള്ള എമൗണ്ടും എടുത്തുകൊണ്ട് പോയി, ഫസ്റ്റ് പെട്ടി വെച്ചപ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ. അപ്പോൾ ഇതേപോലെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്, ബേബി ഇത് 3 ദിവസം ആരും എടുക്കാതെ അവരെ തടയണം, അത് മറ്റാരും എടുക്കാതെ നമുക്ക് നോക്കണം എന്നൊക്കെ അതിലെ നൂറയും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ബേബിക്ക് അറിയാമല്ലോ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ നിൽക്കും. ഇവർക്ക് ഡൗട്ട് സാബ്മാനോ ലക്ഷ്മിയോ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളതാണ് ഇവരുടെ ഡൗട്ട്. അതേപോലെ പറയുന്നുണ്ട്, നമ്മുടെ അക്ബറും ആര്യനും ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 പേരില്ലേ, നിങ്ങൾക്ക് ഒരാൾക്ക് സുഖമായിട്ട് എടുക്കാമല്ലോ, ഞാൻ എന്തായാലും എടുക്കില്ല എന്ന് മറ്റേ അക്ബർ പറയുന്നുണ്ട് എൻ്റെ ഫെയിമിന് വേണ്ടി. ആര്യനും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ രണ്ടിൽ ഒരാൾ എടുക്കൂ പണപ്പെട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായാലും ലാലേട്ടൻ വന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്ലാൻ പൊളിയത്തില്ലേ. ലൈക്ക് ഇവരെന്തായാലും 3 ദിവസം ആരെ കൊണ്ട് എടുപ്പിക്കരുതെന്നുള്ള പ്ലാൻ എന്തായാലും പൊളിയാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലക്ഷ്മിക്കോ സബുമോനോ ആർക്കെങ്കിലും മനസ്സിൽ ആ പെട്ടി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവരുടെ പ്ലാൻ പൊളിയും. എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത വീക്ക് ഇവർക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ, അതോ അതിൽ എവിക്റ്റ് ആവുമോ, എവിക്ഷനിൽ വരുമോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇവരുടെ പ്ലാൻ പ്രകാരം നടക്കുകയാണെങ്കിൽ മിക്കവാറും ആതിര പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനും നൂറ് ഇവിടെ നിൽക്കാനുമാണ് സാധ്യത കൂടുതൽ.